ഇറാന്റെ അണുവായുധം നിർമ്മിക്കാൻ എടുക്കുന്ന സമയം ഒരാഴ്ച മാത്രമാണെന്ന് US സ്ട്രാറ്റജിക് കമാൻഡ് തലവൻ ആന്റണി കോട്ടോൺ. ഈ വാർത്ത അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഉറക്കം കെടുത്തുന്നതാണ്. കഴിഞ്ഞ ജൂലൈയിൽ ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നത് 15 ദിവസം കൊണ്ട് ഇറാന് അണുവായുധം വികസിപ്പിക്കാൻ സാധിക്കുമെന്നാണ്. പുതിയ വെളിപ്പെടുത്തലുകൾക്ക് കാരണം ഇറാൻ ഫോർഡോൺ ആണവ കേന്ദ്രത്തിൽ എൻറിച്ച്ഡ് യുറേനിയം സമ്പുഷ്ടീകരണം വളരെ ശക്തമാക്കിയിട്ടുണ്ട്. ഈ ഭൂമിക്കടിയിലുള്ള കേന്ദ്രത്തിൽ മാത്രം ഇറാന് 7 ആണവായുധങ്ങൾ വെറും ഒരാഴ്ചക്കുള്ളിൽ നിർമ്മിക്കാൻ കഴിയുമെന്ന് US രഹസ്യാന്വേഷണ വിഭാഗം കരുതുന്നു. ഇത്ര വേഗത്തിൽ ഇറാന് ഇത് എങ്ങനെ സാധിച്ചു എന്ന് നോക്കിയാൽ 2018 ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതോടുകൂടി യുറേനിയം എൻറിച്ച്മെന്റ് ഇറാൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി പറയുന്നത് 1 മാസത്തിനുള്ളിൽ 10 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ഇറാന് സാധിക്കുമെന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ ഭൂമിക്കടിയിലുള്ള മിസൈൽ നഗരം പ്രദർശിപ്പിച്ചിരുന്നു. ആയിരക്കണക്കിന് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ വീഡിയോയിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഈ മിസൈലുകൾ ആണവ പോർമുന വഹിച്ച് മിഡിൽ ഈസ്റ്റിൽ എവിടെയും കുതിച്ചെത്താം. ഫോർഡോ ആണവ കേന്ദ്രം ഇറാൻ നിർമ്മിച്ചിരിക്കുന്നത് പർവ്വതം തുരന്നാണ്. പരമ്പരാഗത ആയുധം ഉപയോഗിച്ച് ഇത് തകർക്കുക അത്ര എളുപ്പമല്ല. സമ്മർദ്ദത്തിലാക്കി തങ്ങളെ ചർച്ചയ്ക്കെത്തിക്കാമെന്ന് കരുതേണ്ട എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഭീഷണി കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയും വ്യക്തമാക്കി. അതേസമയം ഇറാൻ അതിർത്തിയിൽ B-2 ബോംബറുകൾ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട്. ഹൂത്തികളെ സഹായിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ ഭീഷണിയും ഇറാൻ തള്ളിക്കളഞ്ഞു.